ഏതൊരു അബദ്ധം പറ്റി നമ്മള് സോസിലേക്ക് കുരുമുളക് പൊടിയാന്ന് പറഞ്ഞ് കോഫി പൗഡർ അയച്ചു തീർത്തത്. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലാണുള്ളത്. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പിരി അൽഫാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിലുണ്ടാകുന്ന പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കാണാം. അപ്പം വാ. നമ്മുടെ ഫാഫയാണെങ്കിൽ ചിക്കനെ എല്ലാം ഇങ്ങനെ പീഡിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഫാഫ. ഹായ് പറയൂ ഫാഫ. ഗൈസ്, അപ്പോൾ നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് അൽഫാം മിക്സ് വാങ്ങാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, നാരങ്ങ, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പരുവാക്കിയിട്ടാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി കുറച്ച് നേരം അതൊന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചിരിക്കും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റായിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് വരട്ടെ. ഗൈസ്, അപ്പം ഇവന്മാരിത് എന്തോ ചിപ്സൊക്കെ എടുത്തോണ്ട് വന്ന് ഒന്ന് കുറയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കുറയ്ക്കാം. ആ ദിവസം ഉണ്ടേ ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ്. എടുക്കട്ടെ. ഏതാ 6 ഓടി എന്താണ് ചെയ്യുന്നത്? അത് തേക്കാനുള്ള ബ്രഷാ? അമ്പോ. ഇപ്പൊ കട്ടയൊക്കെ എടുത്തോണ്ടുള്ള പരിപാടിയാണ്. നമ്മുടെ കിച്ചു അണ്ണനും അർജുൻ അണ്ണനുമാണ് കട്ട എടുക്കാൻ പോകുന്നത്. ആ കമോൺ. അയ്യോ, ഒന്നും കൂടെ വേണ്ടി വരത്തില്ലേ? ഇത് രണ്ടെണ്ണം മതി. ബാഹുബലി. എടാ ഗ്രില്ല് സെറ്റ് ആയല്ലേ? ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തെടുത്താണെങ്കിൽ ഷീറ്റ് ഉണ്ടായിരുന്നു വെളിയിൽ. അപ്പം ഇവിടുത്തെ ഈ പുക ചെന്ന് ഷീറ്റിൽ അടിച്ച് മൊത്തം പറയാവുന്നുള്ളതാണ് ചർച്ച. എന്തായാലും കത്തു കറക്കൂടാ. നീ അവിടെ അകത്ത് കറുത്തേക്കണുണ്ടോ? ആ സീലിങ് ടെററാവല്ലേ ആൽഫി? അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാം. എന്തായാലും കറക്കും. കറുക്കോ? കറുക്കോ? അപ്പൊ ഷീറ്റ് കറുക്കോന്ന് ഉറപ്പായതുകൊണ്ട് നമ്മൾ അവിടുന്ന് ജസ്റ്റ് സ്ഥലം ഒന്ന് മാറ്റി. ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ അങ്ങനെ ദീപം കൊടുത്തിരിക്കുകയാണ്. കർപ്പൂരത്തിന് ദീപം കുടുംബശ്രീ അവതരിപ്പിക്കുന്ന സപ്ലൈ പേപ്പർ ഒക്കെ എടുത്ത് കത്തിക്ക് ചെല്ല്. ഇപ്പോൾ എങ്ങനെ ചിരട്ട കത്തിക്കാന്നുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണിക്കുന്ന ഇതിന്റെ മേലെ ഈ ഓരോരോ കമ്പം വെച്ച് കൊടുക്കാം. അത് മതി. ഇങ്ങനെ നല്ല ഇതാ അടപ്പുണ്ടാക്കില്ലേ? ബുദ്ധി എന്റെ ബുദ്ധി വിമാനമാണല്ലോ. അതെടുത്തു പോയി. അത് കത്തിയതല്ലേ? എടുത്തു പോയി. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാം. ഇങ്ങനെ പിടിക്കുന്ന എളുപ്പം. ആ പിടിക്കുന്ന ഇത് കമ്പേ പിടിക്കുന്ന ഇതാണ് മേളിൽ വെക്കുന്നത്. കത്തിക്ക് എന്തേലൊക്കെ ആവട്ടെ. പെട്ടെന്നൊന്നും കത്തത്തില്ലേ? അങ്ങനെ നമ്മുടെ ചിരട്ട കത്തി തുടങ്ങിയിട്ടുണ്ട്. പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വടി ഒടിക്കാന്ന് പഠിക്കാം. അങ്ങനെ കഷ്ടപ്പെട്ട് കനലൊക്കെ സെറ്റാക്കി. ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് ഓയിൽ എടുത്ത് മറ്റേ ഗ്രില്ലിൽ തേക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ പുരട്ടി വെച്ച് ആ ചിക്കൻ എടുത്തോണ്ട് വന്ന് നൈസായിട്ട് അതിന്റെ പുറത്ത് ഓരോന്ന് വെച്ച് ഇങ്ങനെ വെച്ചു. ഞാൻ പേടിയില്ലാത്തോണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മറിച്ചിടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ സോസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ടാണ്. നമ്മുടെ ആദ്യ ചേട്ടനാണ് പാചകം. യൂട്യൂബിലേക്ക് ഇതിലേക്ക് അല്പം നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. അല്പം സോസ് ഒഴിക്കാം. ഏതൊരു അബദ്ധം പറ്റി നമ്മള് സോസിലേക്ക് കുരുമുളക് പൊടിയാന്ന് പറഞ്ഞ് കോഫി പൗഡർ അയച്ചു തീർത്തത്. കുരുമാറ്റി പെരിപ്പെരിയാക്കാം. അപ്പൊ നമ്മുടെ പെരിപ്പെരി അൽഫാം സെറ്റായി. ഇനി നമുക്ക് വാഴയില ഒന്ന് വാട്ടാം. അപ്പൊ നമ്മള് അൽഫാം ഇതിന് പൊറോട്ടയൊക്കെ കൂട്ടിയാണ് അടിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. അപ്പൊ അറ്റ് ലാസ്റ്റ് നമ്മുടെ മിഷൻ എന്തായാലും സക്സസ് ആയി. അളിയാ എങ്ങനെയുണ്ടെന്ന് പറ. എങ്ങനെയാണെന്ന് പറ.
മപ്പ് സാധനം. ഇങ്ങനെ എടുത്തിട്ട് കിട്ടുന്നില്ലല്ലോ. അതാണ് കുറച്ച് സെന്ററിൽ വെച്ച്. ഇത് സോസ് അല്ലല്ലോടാ, സലാഡ് അല്ലേടാ. ഗൈസ് വെറൈറ്റിക്ക് നമ്മളിത്തിരി സലാഡ് കൂട്ടിയിട്ട് അടിക്കുന്നുണ്ട്. KFC കൂടി ഈ സാധനം പറയുകയാണെങ്കിൽ അതിന്റെ പേര് കോൾസ്ലോ എന്നാണ് കേട്ടോ. എന്താടാ കോൾസ്ലോ? നമ്മുടെ അൽഫാം ഉണ്ടാക്കുന്ന പരിപാടി വളരെ വിജയകരമായിട്ട് സക്സസ് ആയി. നമ്മുടെ ആദിത്യനായിരുന്നു ഇവിടുത്തെ പാചകം ആൻഡ് ഓൾ. ഐഡിയ എന്റെ ആയിരുന്നു, എല്ലാവരും ഐഡിയ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ അങ്ങനെ വിജയിച്ചു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.